ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇവിടെ നമുക്ക് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റോറിയുടെ. അപ്പോൾ അത് നോക്കാം. മൈക്കൽ ജോർദാൻ വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയേഴ്സ്. അപ്പം മൈക്കൽ ജോർദാൻ അതാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറിയുടെ പ്രധാന കഥാപാത്രം. മൈക്കൽ ജോർദാൻ ആരായിരുന്നു? വൺ ഓഫ് ദ ബെസ്റ്റ് ബാസ്കറ്റ്ബോൾ പ്ലെയർ, ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. നമുക്കിവിടെ കാണാം ഒരു പിക്ചറിൽ അല്ലേ ബാസ്കറ്റ്ബോൾ കളിക്കുന്നത്. Let us read the story of young Michael Jordan as he faces challenges in the basketball court and learns lessons about patience and hard work. Let us read the story of young Michael Jordan. അപ്പോൾ എന്താ പറയുന്നത്, നമുക്ക് വായിക്കാം. ആരുടെ കഥയാണ് വായിക്കുന്നത്? യങ് മൈക്കൽ ജോർദാൻ്റെ ചെറുപ്പകാലത്തിലുള്ള ഒരു സ്റ്റോറിയാണ്. ആസ് ഹി ഫേസസ് ചാലഞ്ചസ് ഇൻ ദ ബാസ്കറ്റ്ബോൾ കോർട്ട്. അവൻ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ചാലഞ്ചസ്, അതായത് എന്താണ് ചാലഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പോർവിളികൾ അല്ലെങ്കിൽ വെല്ലുവിളികളൊക്കെ. അതിനെക്കുറിച്ചാണ് ഈ സ്റ്റോറി പറയുന്നത്. ആൻഡ് ലേൺസ് ലെസൺസ് അബൌട്ട് പേഷ്യൻസ് ആൻഡ് ഹാർഡ് വർക്ക്. പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്ഷമ. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കഠിനാധ്വാനം, അതാണ് ഹാർഡ് വർക്ക്. അപ്പം എന്താണ് പറയുന്നത്? മൈക്കൽ ജോർദാൻ അവൻ്റെ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള ചാലഞ്ചസ്, അതായത് വെല്ലുവിളികളും അതേപോലെ അതിൽ നിന്ന് ഉൾക്കൊണ്ട് അവൻ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ എന്തിനെക്കുറിച്ചൊക്കെയാണ്? പേഷ്യൻസ് ആൻഡ് ഹാർഡ് വർക്ക്, അതായത് ക്ഷമയെക്കുറിച്ചും കഠിനാധ്വാനത്തെക്കുറിച്ചും അവൻ പഠിച്ചിട്ടുള്ള പാഠങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. Salt in his shoes, അതാണ് ഈ ഒരു സ്റ്റോറിയുടെ ടൈറ്റിൽ. മൈക്കൽ loved to play basketball. മൈക്കലിന് ബാസ്കറ്റ്ബോൾ കളിക്കാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. എവറി സാറ്റർഡേ ഹി ഫോളോഡ് ഹിസ് എൽഡർ ബ്രദേഴ്സ് ലാരി ആൻഡ് റോണി. അപ്പോൾ എവറി സാറ്റർഡേ, എല്ലാ സാറ്റർഡേയ്സിലും ശനിയാഴ്ചകളിലും ഹി ഫോളോഡ് ഹിസ് എൽഡർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ മൂത്ത സഹോദരന്മാർ. ആരൊക്കെയാണ് അവർ? ലാരി ആൻഡ് റോണി. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഹി ഫോളോഡ് ഹിസ് എൽഡർ ബ്രദേഴ്സ് ലാരി ആൻഡ് റോണി ടു ദ പാർക്ക്. അവൻ്റെ മൂത്ത ചേട്ടന്മാരായിട്ടുള്ള ലാരിനെയും റോണീനെയും ഫോളോ ചെയ്ത് എങ്ങോട്ട് പോകും? പാർക്കിലേക്ക് പോകും. ഹോപ്പിംഗ് ദാറ്റ് ദേ വുഡ് ലെറ്റ് ഹിം പ്ലേ. ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യാശ അല്ലേ? അപ്പോൾ അവനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ദാറ്റ് ദേ വുഡ് ലെറ്റ് ഹിം പ്ലേ, ഇവനെ കളിക്കാൻ അനുവദിക്കുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ, കളിക്കാനുള്ളൊരു അവസരം കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവനുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ശനിയാഴ്ചകളിലും ഇവൻ എന്ത് ചെയ്യും? അവൻ്റെ ചേട്ടന്മാരുടെ പുറകെ അങ്ങനെ പാർക്കിലേക്ക് പോകും. ബട്ട് ദർ വാസ് വൺ പ്രോബ്ലം. പക്ഷേ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രശ്നം അല്ലേ? അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ ഒരു പ്രശ്നം? ദാറ്റ് വാസ് മാർക്ക്. അത് മാർക്കാണ് അവിടെ ഒരു പ്രശ്നം. മാർക്ക് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ പേരാണ് കേട്ടോ. ഹി വാസ് ദ ടോളസ്റ്റ് ബോയ് ഓൺ ദ കോർട്ട്. അപ്പോൾ ഈ ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹി വാസ് ദ ടോളസ്റ്റ് ബോയ്, ഏറ്റവും നീളമുള്ള ബോയ് ആണ്. എവിടുത്തെ? ഓൺ ദ കോർട്ട്. കോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിസ്ഥലം. ആ ഒരു കളിസ്ഥലത്തിലുള്ള ഏറ്റവും നീളം കൂടിയ ബോയ് ആണ് ആര്? മാർക്ക്. അവനാണ് അവിടുത്തെ പ്രശ്നം. എന്തുകൊണ്ടാവാൻ പ്രശ്നമാവുന്നത് നമുക്ക് നോക്കാം. വാട്ട്സ് ദ മാറ്റർ മൈക്കി? ടൂ ഷോർട്ട്. മാർക്ക് ഫ്ലാപ്ഡ് ഹിസ് ആംസ് ഇൻ മൈക്കിൾസ് ഫേസ്. അപ്പം മൈക്കിളിൻ്റെ ഫേസിൽ ഇങ്ങനെ അടിച്ചുകൊണ്ട്, അതായത് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് തട്ടൂലേ, അങ്ങനെ ഫേസിൽ തട്ടിക്കൊണ്ട് മാർക്ക് മൈക്കിളിനോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ മാറ്റർ മൈക്കി? ടൂ ഷോർട്ട്. എന്താ മൈക്കിളെ ഇങ്ങനെ ചെറുതായി പോയത്? നീ വളരെ ചെറുതാണല്ലോ, അതെന്താ അങ്ങനെ എന്ന് ഈ ഒരു മാർക്ക്, ആ ടോളസ്റ്റ് ബോയ് ഇങ്ങനെ മൈക്കിളിൻ്റെ ഫേസിൽ തട്ടിയിട്ട് ചോദിച്ചു. ഓവർ ഹിയർ ഷൗട്ടഡ് ലാരി. അപ്പോൾ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാരി ഇങ്ങനെ പറയാണ്, ഇങ്ങോട്ടിടുന്ന് ബോൾ. അപ്പോൾ ബട്ട് വെൻ മൈക്കിൾ ത്രൂ ദ ബോൾ, മാർക്സ് ലോങ് ആംസ് കെയിം ഔട്ട് ഓഫ് നൗ ഹിയർ ആൻഡ് നോക്ക് ദ ബോൾ എവേ. അപ്പോൾ മൈക്കിൾ എന്ത് ചെയ്തു? ബോൾ എറിഞ്ഞു കൊടുത്തു. ലാരിൻ്റെ അടുത്തേക്കാണ് എറിഞ്ഞത്. പക്ഷേ മാർക്ക് വളരെ ടോളസ്റ്റ് ആയിട്ടുള്ള ബോയ് ആണ് അല്ലേ, നല്ല ഉയരമുള്ള ബോയ് ആണ്. അപ്പോൾ അവൻ്റെ കൈക്കും നല്ല നീളം ഉണ്ടാവും. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഈ ബോൾ അങ്ങ് തട്ടിക്കൊടുത്തു. അങ്ങനെ തട്ടിക്കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ആ ബോൾ അങ്ങ് പോയി. ഇറ്റ് ഫ്ലൂ ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് എ പ്ലെയർ ഓൺ മാർക്സ് ടീം. അപ്പോൾ മാർക്കിൻ്റെ ടീമിലുള്ള ഒരു പ്ലെയറിൻ്റെ അടുത്തേക്കാണ് ഈ ഒരു ബോൾ ചെന്നത്. ഓക്കെ, ഹി മെയ്ഡ് ദ ബാസ്ക്കറ്റ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ആ ഒരു ബോള് ബാസ്ക്കറ്റിലിട്ടു. ആൻഡ് ദ ഗെയിം വാസ് ഓവർ. അപ്പോൾ
കളി കഴിഞ്ഞു. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മളിങ്ങനെ നമ്മളുടെ ടീമിലുള്ള ആളുകളുടെ അടുത്തേക്ക് ബോൾ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ മാർക്ക് അവന് നല്ല ഹൈറ്റ് ഉള്ള ഇതുകൊണ്ട് അവൻ്റെ കൈക്ക് നല്ല നീളമുള്ളതുകൊണ്ട് അവന് ആ ബോൾ തട്ടാൻ പറ്റി. എന്നിട്ട് അവൻ്റെ ടീമിലുള്ള ആളുടെ അടുത്തേക്ക് പ്ലെയറിൻ്റെ അടുത്തേക്ക് തട്ടിക്കൊടുത്തു. അയാൾ എന്ത് ചെയ്തു, അത് ബാസ്ക്കറ്റിൽ ഇട്ടു. അങ്ങനെ എന്ത് സംഭവിച്ചു, ഗെയിം കഴിഞ്ഞു. പക്ഷേ അത് മതിയായിരിക്കും, ആ ഒരു ലാസ്റ്റ് ബോൾ മതിയായിരിക്കും അവർക്ക് ജയിക്കാൻ, അല്ലെങ്കിൽ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഗെയിം കഴിഞ്ഞു. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. ഹൗ ഡിഡ് മാർക്ക് ബിക്കെയിം എ പ്രോബ്ലം ടു യങ് മൈക്കിൾ? അപ്പോൾ ഈ മാർക്ക്, അതായത് ടോളസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ബോയ് എങ്ങനെയാണ് യങ് മൈക്കിളിനൊരു പ്രോബ്ലമായിട്ട്, ഒരു പ്രശ്നമായിട്ട് മാറിയത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഈ ഒരു മാർക്ക് മൈക്കിളിന് ഒരു പ്രോബ്ലമായി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ്? മാർക്ക് മൈക്കിളിനെ കളിയാക്കുന്നുണ്ട് അല്ലേ. അവൻ ഷോർട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കുന്നുമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവൻ നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട്, മാർക്കിന് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അവന് പിന്നെ എന്താണ് മൈക്കിൾ പാസ് ചെയ്യുന്ന ബോളൊക്കെ സുഖമായിട്ട് തടയാൻ പറ്റും. അവൻ്റെ ടീമിലേക്ക് ആ ഒരു ബോളിനെ എന്ത് ചെയ്യാൻ പറ്റും, പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോളായ ബോയ് ആയതുകൊണ്ട് മാർക്കിന് പറ്റും. സോ അതുകൊണ്ടും ഇവൻ എന്താണ് പിന്നെ മൈക്കിളിന് മാർക്ക് ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ അതാണ് ആൻസർ വരുന്നത് കേട്ടോ. ഓൾ ദ വേ ഹോം മൈക്കിൾ അപ്പോളജൈസ്ഡ്. അപ്പം ഇവർ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് മൈക്കിൾ ഭയങ്കര സാഡായിട്ടാണ് പോയത്. അപ്പോൾ അവനിങ്ങനെ ക്ഷമ ചോദിക്കുന്നുണ്ട്. ആ ഒരു കളി എന്താണ് അവർക്ക് വിജയിക്കാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് അവന് ഭയങ്കര വിഷമമായിട്ട് അവൻ അങ്ങനെ അപ്പോളജൈസ് ചെയ്താണ് വീട്ടിലേക്ക് പോകുന്നത്. ഹിസ് എൽഡസ്റ്റ് ബ്രദർ റോണി ട്രൈഡ് ടു ചിയർ ഹിം അപ്പ്. അപ്പോൾ ഇവൻ്റെ മൂത്ത സഹോദരനായിട്ടുള്ള റോണി എന്ത് ചെയ്യാണ്, ട്രൈഡ് ടു ചിയർ ഹിം അപ്പ്, അവനെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്, ചിയർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ലുക്ക് ലിറ്റിൽ ബ്രദർ, യു പ്ലേഡ് വെൽ ടുഡേ. അപ്പോൾ പിന്നെ റോണി മൈക്കിളിനോട് പറയാണ്, ലുക്ക് നോക്കൂ ലിറ്റിൽ ബ്രദർ, കുഞ്ഞനിയ, യു പ്ലേഡ് വെൽ ടുഡേ, നീ ഇന്ന് നന്നായിട്ട് കളിച്ചു. ഡോണ്ട് വറി, വി വിൽ വിൻ ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ എന്താ പറയുന്നത്, വിഷമിക്കേണ്ട, വി വിൽ വിൻ ദ നെക്സ്റ്റ് ടൈം, നമുക്ക് അടുത്ത തവണ എന്ത് ചെയ്യാം, വിൻ ചെയ്യാം, വിജയിക്കാം എന്ന് പറയണം. വെൻ ദേ റീച്ച്ഡ് ഹോം മൈക്കിൾ വെന്റ് ഇൻ ടു ദ കിച്ചൺ വേർ മമ വാസ് കുക്കിംഗ് ഡിന്നർ. അപ്പോൾ അവർ വീട്ടിലെത്തിയ ഉടനെ തന്നെ മൈക്കിൾ പോയി. എങ്ങോട്ടാണ് പോയത്? മൈക്കിൾ വെന്റ് ഇൻ ടു ദ കിച്ചൺ. മൈക്കിൾ കിച്ചണിലേക്ക് പോയി, അടുക്കളയിലേക്കാണ് പോയത്. വെർ മമ വാസ് കുക്കിംഗ് ഡിന്നർ. അവിടെ എന്താണ്, അമ്മ കുക്ക് ചെയ്യുന്നുണ്ട്. എന്താ കുക്ക് ചെയ്യുന്നത്? ഡിന്നർ, അത്താഴം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. മമ്മ, ഹൗ ക്യാൻ ഐ ഗ്രോ ടോളർ, ഹി ആസ്ക്ഡ്. അപ്പം അമ്മേനോട് ചോദിക്കുകയാണ്, മമ്മ ഹൗ ക്യാൻ ഐ ഗ്രോ ടോളർ, എനിക്ക് എങ്ങനെയാണ് നീളം വെക്കാൻ കഴിയുക? ഹി ആസ്ക്ഡ്, അവൻ ചോദിച്ചു. ഷീ സ്മൈൽഡ്, അപ്പം അമ്മ ചിരിച്ചു. എന്നിട്ടോ ലുക്ക്ഡ് അറ്റ് മൈക്കിൾ ആൻഡ് സെഡ് സോൾട്ട്. മൈക്കിളിനെ നോക്കി എന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? സോൾട്ട്. സോൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ്. അപ്പോൾ അവൻ ഉപ്പോ, സോൾട്ട് എന്ന് ചോദിച്ചു സംശയത്തോടു കൂടി. അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് വിചാരിച്ച് അവൻ ചോദിച്ചു. മൈക്കിൾ ലുക്ക്ഡ് അറ്റ് ഹിസ് മമ. മൈക്കിൾ എന്ത് ചെയ്തു? അവൻ്റെ അമ്മേനെ നോക്കി. സോൾട്ട് ഇൻ യുവർ ഷൂസ്, വി വിൽ പുട്ട് സോൾട്ട് ഇൻ യുവർ ഷൂസ്. അപ്പം നമുക്ക് നിൻ്റെ ഷൂസിൽ സോൾട്ട് ഇടാം, ഉപ്പിടാം എന്നമ്മ പറയാണ്. ബിഫോർ യു നോ ഇറ്റ് യു വിൽ ബി ടോളർ, ഷീ റിപ്ലൈഡ്. നീ അത് അറിയുന്നതിന് മുൻപ് തന്നെ, മുൻപ് തന്നെ എന്ത് സംഭവിക്കും? യു വിൽ ബി ടോളർ, നീ എന്താണ് നീളം വെക്കും. ഷീ റിപ്ലൈഡ്, അമ്മ മറുപടി പറഞ്ഞു. ഗ്രോയിങ് മോർ എക്സൈറ്റഡ് മൈക്കിൾ സ്റ്റാർട്ടഡ് ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ പിന്നെ എന്താണ്, അവന് ഭയങ്കര ജിജ്ഞാസ തോന്നി. ആ ഒരു ആങ്സൈറ്റി, എങ്ങനെയാണ് അങ്ങനെ നീളം വെക്കുന്നത് എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് അവന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി. എന്നിട്ട് മൈക്കിൾ എന്ത് ചെയ്തു? സ്റ്റാർട്ടഡ് ആസ്കിങ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. അവൻ ഒരുപാട് ചോദ്യങ്ങൾ, സംശയങ്ങൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഈ അമ്മേനോട് ചോദിക്കാൻ തുടങ്ങി. മമ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്, ഇത്ര നീളം വെക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും എന്ന് അവരമ്മയോട് ചോദിക്കുകയാണ്. ആൻഡ് ഹൗ ടോൾ ഡു യു തിങ്ക് ഐ വിൽ ഗെറ്റ്, എനിക്ക് എത്ര നീളം വെക്കാൻ പറ്റുമെന്നാണ് അമ്മ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. സ്മൈലിംഗ്, മമ സാറ്റ് ഡൗൺ നെക്സ്റ്റ് ടു ഹിം ആൻഡ് എക്സ്പ്ലെയിൻഡ്. അപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവൻ്റെ അടുത്തിരുന്നു. സാറ്റ് ഡൗൺ നെക്സ്റ്റ് ടു ഹിം, അവൻ്റെ അടുത്തിരുന്നു. എന്നിട്ട് ആൻഡ് എക്സ്പ്ലെയിൻഡ്, എന്നിട്ട് വിശദീകരിക്കുകയാണ്. എന്താ പറയുന്നത്? ഫോർ ദിസ് ടു വർക്ക് യു മസ്റ്റ് ബി പേഷ്യൻറ്റ് ആൻഡ് ലിസൺ ടു വാട്ട് ഐ ടെൽ യു. അപ്പോൾ ഇത് വർക്ക് ആവണമെങ്കിൽ, അതായത് ഈ ഒരു കാര്യം നടക്കണമെങ്കിൽ, അവൻ ടോൾ ആവണം എന്നുള്ള കാര്യം നടക്കണമെങ്കിൽ യു മസ്റ്റ് ബി പേഷ്യൻറ്റ്, നീ എന്തായിരിക്കണം? പേഷ്യൻ്റ് ആയിരിക്കണം. അതായത് രോഗി എന്നുള്ള പേഷ്യൻ്റ് അല്ല, ക്ഷമ എന്നുള്ള പേഷ്യൻ്റാണ്. അവൻ ക്ഷമയോടുകൂടി ഇരിക്കണം. ആൻഡ് എന്ത് ചെയ്യണം? വേറെ ലിസൺ ടു വാട്ട് ഐ ടെൽ യു,
ഞാൻ എന്താണോ പറയുന്നത് അത് നീ എന്താണ് ലിസൺ ചെയ്യണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ മമ്മ, ഐ വിൽ ബി പേഷ്യൻറ്റ്. അപ്പോൾ അവൻ അമ്മയോട് ഓക്കെ പറയാണ്, ഞാൻ ക്ഷമയോടുകൂടെ ഇരിക്കാം എന്ന് പറയണം. Why did Mama tell Michael to be patient and listen to her advice? അപ്പം അമ്മ എന്തുകൊണ്ടാണ് മൈക്കിളിനോട് പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കണം, അതായത് ക്ഷമയോട് കൂടി ഇരിക്കണം, അതോടൊപ്പം തന്നെ എന്താണ് അമ്മ പറയുന്ന അഡ്വൈസ് അത് കേൾക്കണം എന്നും കൂടെ പറഞ്ഞത്, ലിസൺ ചെയ്യണം എന്നും കൂടെ പറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? വളർച്ച എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. കുറച്ച് കാലം എടുത്തിട്ടാണ് നമ്മൾ വളരുന്നത്. അല്ലാണ്ട് പെട്ടെന്ന് ഒരു സമയത്തിൽ നമുക്ക് ഇത്ര വലിപ്പം വെക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. അത് കുറച്ച് കാലക്രമേണ സമയത്തിനനുസരിച്ച്, സമയം പോകുന്നതിനനുസരിച്ച് സമയമെടുത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ക്ഷമയും ഉണ്ടാവണം, ഹാർഡ് വർക്കും ഉണ്ടാവണം. അങ്ങനെ നമ്മൾ ക്ഷമയോടുകൂടെ ഹാർഡ് വർക്കോടുകൂടെ നമ്മൾ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് സംഭവിക്കാം? നമ്മൾ ഗ്രാജ്വലി കാലക്രമേണ നമ്മൾ വളർന്ന് വലുതാവും. സോ അതുകൊണ്ടാണ് അമ്മ ഈ കുട്ടീനോട് എന്തായിട്ട് ഇരിക്കാൻ പറഞ്ഞത്? പേഷ്യൻ്റ് ആയിട്ട്. പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ രോഗിയല്ല കേട്ടോ, ക്ഷമയോടുകൂടെ കാത്തിരിക്കാൻ പറയുന്നത്. പേജ് നമ്പർ 99 നോക്കാം. ഡ്യൂറിങ് ഡിന്നർ മമ്മ നോട്ടീസ്ഡ് ദാറ്റ് മൈക്കിൾ വാസ് ബെയർലി ഈറ്റിംഗ് എനിത്തിങ്. അപ്പം ഡിന്നർ ടൈമിൽ, അതായത് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അത്താഴം കഴിക്കുന്ന സമയത്ത് മമ്മ നോട്ടീസ്ഡ് ദാറ്റ്, അമ്മയുടെ ശ്രദ്ധയിൽ പെട്ടു എന്ത്? മൈക്കിൾ വാസ് ബെയർലി ഈറ്റിംഗ് എനിത്തിങ്. മൈക്കിൾ എന്ത് കാര്യമായിട്ടൊന്നും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഹി വാസ് ഡേ ഡ്രീമിങ് അബൌട്ട് ബീയിങ് ടോളർ. ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പകൽക്കിനാവ് കാണാന്ന് പറയില്ലേ, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ കണ്ണു തുറന്നിരുന്ന് സ്വപ്നം കാണില്ലേ, അതാണ് ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്യാണ്? ഹി വാസ് ഡേ ഡ്രീമിംഗ്. അവൻ പകൽക്കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനെക്കുറിച്ചാണ്? അബൌട്ട് ബീയിങ് ടോളർ, വലുതാവുന്ന കാര്യത്തിനെക്കുറിച്ച്, നീളം വെക്കുന്ന കാര്യത്തിനെക്കുറിച്ച് അവനിങ്ങനെ ഡേ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈക്കിൾ, ഫസ്റ്റ് തിങ് ഫസ്റ്റ്, യു വോണ്ട് ഗ്രോ ഇഫ് യു ഡോണ്ട് ഈറ്റ്, മമ്മ സെറ്റ്. അപ്പോൾ അമ്മ പറയാണ്, മൈക്കിൾ, ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യണം. യു വോണ്ട് ഗ്രോ ഇഫ് യു ഡോണ്ട് ഈറ്റ്, നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നീ എന്തായാലും വളരില്ല, വലുതാവില്ല, മമ്മ സെറ്റ്, അമ്മ പറഞ്ഞു. ബട്ട് ഐ എം നോട്ട് ഹംഗ്രി, ഹീ സെറ്റ്. അപ്പം മൈക്കിൾ പറയാണ്, പക്ഷെ ഞാൻ എനിക്ക് വിശക്കുന്നില്ല, ഹീ സെറ്റ്, അവൻ പറഞ്ഞു. റേസിങ് ഹെർ ഐബ്രോസ് മമ്മ ഗേവ് ഹിം എ സ്റ്റേൺ ലുക്ക്. അപ്പം അമ്മ ഇങ്ങനെ, ഐബ്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുക അല്ലേ. പുരുക ഇങ്ങനെ പൊക്കിയിട്ട് അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത്. അപ്പോൾ അവന് ഇങ്ങനെ ഒന്ന് തുറച്ച് നോക്കി, ഒന്ന് സ്റ്റേൺ ആയിട്ട്, കുറച്ചൊരു ദേഷ്യം പിടിച്ച് ഐബ്രോസ് ഒക്കെ ഒന്ന് പൊക്കി. അങ്ങനെ അമ്മമാർ നോക്കില്ലേ കുട്ടികളെ, ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത്, കുസൃതിയൊക്കെ കാണിക്കുന്ന സമയത്തൊക്കെ, അതുപോലെ ഈ അമ്മ ഒന്ന് അവരെ നോക്കി. സ്ലോലി മൈക്കിൾ പിക്ഡ് അപ്പ് ഹിസ് ഫുഡ് ആൻഡ് ബിഗാൻ ടു ഈറ്റ്. അപ്പോൾ സ്ലോലി, പതിയെ മൈക്കിൾ എന്ത് ചെയ്യാണ്? പിക്ഡ് അപ്പ് ഹിസ് ഫുഡ് ആൻഡ് ബിഗാൻ ടു ഈറ്റ്. മെല്ലെ ഇങ്ങനെ പ്ലേറ്റിൽ നിന്ന് ചോറെടുത്ത്, ഇങ്ങനെ ചോറല്ല ഫുഡ്, അവൻ കഴിക്കുന്ന ആഹാരം അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മെല്ലെ കഴിക്കാൻ തുടങ്ങി. ബിഗാൻ ടു ഈറ്റ്, കഴിക്കാൻ തുടങ്ങി. മിനിറ്റ്സ് ലേറ്റർ ഹിസ് പ്ലേറ്റ് വാസ് ക്ലീൻ. സമയം കഴിഞ്ഞ് പോയപ്പോൾ, കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പം അവൻ്റെ പ്ലേറ്റ് ക്ലീനായി, അതായത് അവൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എന്നിട്ടോ ആൻഡ് ഹി വാസ് ആസ്കിങ് ഫോർ മോർ, അവൻ പിന്നെയും ഫുഡ് കുറച്ചും കൂടെ കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് അമ്മേനോട്. ഇതുവരെ വേണ്ട, എനിക്ക് വിശക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. ഇപ്പം അമ്മ കൊടുത്ത ഫുഡ് അവൻ കഴിച്ചു കഴിഞ്ഞു, പിന്നെ കുറച്ചും കൂടെ ചോദിക്കുകയാണ്. ദാറ്റ് ഈവനിങ് അറ്റ് ബെഡ് ടൈം, അപ്പം രാത്രി കിടക്കാൻ സമയമായ സമയത്ത് മൈക്കിൾ സെറ്റ് ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ് ഓൺ ദ ഫ്ലോർ നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഹാങ്ങിങ് ഓൺ ദ വോൾ. അപ്പം ഈ ഗ്രോത്ത് ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉയരം നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ട് ഉണ്ടാവും. അത് നമുക്ക് അംഗനവാടികളിലും അതേപോലെ ഹെൽത്ത് സെൻറ്ററിലും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് അവരുടെ ഒരു വോളിൽ, ഒരു ചുവരിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗെയിം ഷൂ കൊണ്ടുവന്ന് അവൻ എന്ത് ചെയ്തു? വെച്ചു. Then he put on his pajamas, said his prayers and jumped into bed. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൻ്റെ അവൻ്റെ ഡ്രസ്സ് പൈജാമയൊക്കെ എടുത്തിട്ടു. Said his prayers and jumped into bed. അപ്പം അവനെന്താണ്? ഡ്രസ്സൊക്കെ മാറ്റി എന്നിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ബെഡിലേക്ക് ജമ്പ് ചെയ്തു. അപ്പം ബെഡിലേക്ക് ചാടി കയറി കിടന്ന്
ഉറങ്ങാണ് കേട്ടോ. വെൻ മമ്മ കെയിം ആൻഡ് മൈക്കിൾ വാസ് ഫാസ്റ്റ് അസ്ലീപ്പ്. അപ്പോൾ അമ്മ വരുന്ന സമയമായപ്പോഴത്തേക്ക് എന്താണ്, കുട്ടി മൈക്കിൾ ഉറങ്ങിയിട്ടുണ്ട്. സ്റ്റാൻഡിങ് ബൈ ഹിസ് ബെഡ് മമ്മ സ്പ്രിങ്കിൾഡ് സാൾട്ട് ഇൻ ഹിസ് ഷൂസ്. അപ്പോൾ അമ്മ അവൻ്റെ ബെഡിൻ്റെ അടുത്തായിട്ട് നിന്നിട്ട് എന്ത് ചെയ്യാണ്, മമ്മ സ്പ്രിങ്കിൾഡ് സാൾട്ട് ഇൻ ഹിസ് ഷൂസ്, അവൻ്റെ ഷൂസിൽ ഈ സോൾട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാണ്, വിതറിയിടുകയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് മമ്മ ഗീവ് മൈക്കിൾ എ സ്റ്റേൺ ലുക്ക്? എന്തുകൊണ്ടാണ് അമ്മ മൈക്കിളിനെ ഇങ്ങനെ ഒന്ന് സ്റ്റേൺ ആയിട്ട് സീരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കിയത്? എന്തുകൊണ്ടാണ്? അവൻ ആഹാരമൊന്നും കഴിക്കാണ്ട് ദിവാസ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്താണ്, അവൻ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വളരും എന്നുള്ള കാര്യം അമ്മയ്ക്കറിയാം. സോ അതുകൊണ്ടാണ് അമ്മ അവനോട് ഒന്ന് സീരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കിയത്. മമ്മ സ്പ്രിങ്കിൾഡ് സോൾട്ട് ഇൻ മൈക്കിൾസ് ഷൂസ്. വൈ? അമ്മ എന്തിനാണ് മൈക്കിളിൻ്റെ ഷൂസിൽ സോൾട്ട് ഇട്ടത്? സ്പ്രിങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വിതറിയിടുക കേട്ടോ. എന്തുകൊണ്ടാണ്? വൈ? അമ്മ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൂസിൽ ഉപ്പിട്ടാൽ മതി വലുതാവുമെന്ന്, അല്ലേ? അപ്പോൾ ആ ഒരു ഓർമ്മ അവനുണ്ട്. അത് മാത്രമല്ല പേഷ്യൻ്റായിട്ട് ക്ഷമയോടുകൂടെ ഇരിക്കണം എന്നും അവനോട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അങ്ങനെ ഉപ്പിട്ട് വെക്കുന്ന സമയത്ത് ഇവനെന്തായാലും കാണുമല്ലോ, അല്ലേ? അപ്പം അവനൊരു പ്രതീക്ഷ ഉണ്ടാവും, ഇത് വർക്കാവും, അവൻ വളരും എന്നുള്ളത്. അപ്പോൾ അവൻ എന്ത് ചെയ്യും, ക്ഷമയോടുകൂടെ കാത്തിരിക്കും. അത് മാത്രമല്ല അമ്മയ്ക്ക് അവനെ എന്ത് ചെയ്യാം, പിന്നെ ഓരോ കാര്യങ്ങളും അവൻ വളരാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിപ്പിക്കുകയും അതുപോലെ എന്താണ് പ്രോപ്പറായിട്ട് സമയത്ത് ഉറക്കുകയും പ്രോപ്പറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കുകയും എല്ലാം അമ്മയ്ക്ക് ചെയ്യിക്കാം. ഇവൻ എന്താണ് ഈ ഒരു ഉപ്പ് വർക്ക് ആവുമല്ലോ എന്ന് ആലോചിച്ചിട്ട് അവൻ എന്ത് ചെയ്യും, ക്ഷമയോടുകൂടെ കാത്തിരിക്കും. അപ്പം എന്തായാലും നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുകയും അതുപോലെ എന്താണ് പ്രോപ്പറായിട്ട് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി ഗ്രാജ്വലി എന്താണ് സമയം പോകുന്നതിനനുസരിച്ച് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും, നമുക്ക് വളർച്ച ഉണ്ടാവും, അല്ലേ? അപ്പം അവൻ ക്ഷമയോടെ ഇരിക്കുന്നതോടുകൂടി അവൻ എന്ത് സംഭവിക്കും, വളർച്ച സംഭവിക്കും. സോ അതുകൊണ്ടാണ് അമ്മ എന്ത് ചെയ്തത്, മൈക്കിളിൻ്റെ ഷൂസിൽ ഈ ഒരു സോൾട്ട് ഇട്ട് വെച്ചിട്ടുള്ളത്, അവൻ്റെ ഒരു ഹോപ്പ് കൂട്ടാൻ വേണ്ടി. ആഫ്റ്റർ ദാറ്റ് നൈറ്റ് മൈക്കിൾ വോർ ഹിസ് ഫേവറേറ്റ് ഗെയിം ഷൂസ്. അപ്പോൾ ആ ഒരു രാത്രി കഴിഞ്ഞതിന് ശേഷം മൈക്കിൾ എന്ത് ചെയ്തു, അവൻ്റെ ഫേവറേറ്റ് ഗെയിം ഷൂസ് ഇട്ടു. ആൻഡ് ഹി ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് ദ സോൾട്ട് അണ്ടർ ഹിസ് ഫീറ്റ്. അപ്പം അവന് ഷൂസ് ഇട്ട് കഴിഞ്ഞ ശേഷം അവൻ്റെ കാലിൻ്റെ അടിയിലായിട്ട് അവന് ഉപ്പിൻ്റെ പ്രസൻസ്, സോൾട്ടിൻ്റെ ഒരു സാന്നിധ്യം അത് അവന് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു. അപ്പം എന്താണ്, അമ്മ ആ ഒരു ഷൂസിൽ സോൾട്ട് ഇട്ട് വെച്ചിട്ടുള്ള കാര്യം അവന് മനസ്സിലായി. ഹി ഹാഡ് എ സ്പെഷ്യൽ ഫീലിംഗ്. അവനെന്താണ്, ഒരു പ്രത്യേകതരമായിട്ടുള്ളൊരു അനുഭൂതി, ഒരു ഫീലിങ്സ് ഉണ്ടായി. വെയറിങ് ഹിസ് ഷൂസ് ഹി വെൻറ്റ് എവ്രിവെയർ. അവൻ്റെ ഷൂസ് ധരിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു, എല്ലായിടത്തും പോയി. ബട്ട് ഹി സ്റ്റോപ്ഡ് ഗോയിങ് ടു ദ പാർക്ക് വിത്ത് ഹിസ് ബ്രദേഴ്സ് ഓൺ സാറ്റർഡേയ്സ്. പക്ഷെ എന്താണ്, അവൻ പിന്നെ അവൻ്റെ ബ്രദേഴ്സിൻ്റെ കൂടെ എല്ലാ സാറ്റർഡേയ്സിലും പോകാറുണ്ടായിരുന്നല്ലോ ആദ്യം. പക്ഷെ ഇപ്പം അവൻ എന്ത് ചെയ്യാണ്, പാർക്കിലേക്ക് അവൻ്റെ ബ്രദേഴ്സിനെ ഫോളോ ചെയ്ത് പോകുന്ന കാര്യം അങ്ങ് നിർത്തി. ഇൻസ്റ്റെഡ് ഹി സ്റ്റേഡ് ഹോം ആൻഡ് പ്രാക്ടീസ്ഡ്. അതിന് പകരമായിട്ട് എന്ത് ചെയ്തു, ഇൻസ്റ്റെഡ് മീൻസ് പകരം, ഹി സ്റ്റേഡ് ഹോം ആൻഡ് പ്രാക്ടീസ്ഡ്. അവൻ അവൻ്റെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്തു, നിന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്, പ്രാക്ടീസ് ചെയ്യാണ്. ഹി വാണ്ടഡ് ടു ഗ്രോ എ ഫ്യൂ മോർ inches before he went back to the park. അപ്പോൾ ഇവൻ്റെ ആവശ്യം എന്താണ്, he wanted to grow a few more inches. കുറച്ച് ഇഞ്ചസും കൂടെ അവന് എന്ത് ചെയ്യണം, വലുതാവണം. എപ്പോഴേക്ക്, ബിഫോർ he went back to the park. അവൻ വീണ്ടും തിരിച്ച് ആ ഒരു പാർക്കിലേക്ക് പോകുന്നതിന് മുൻപായിട്ട്. ആഫ്റ്റർ 2 months ഓഫ് പ്രാക്ടീസിങ് ആൻഡ് വെയിറ്റിംഗ് പേഷ്യൻ്റ്ലി. അപ്പം 2 മാസം അവൻ പ്രാക്ടീസ് ചെയ്യുകയും അതുപോലെ തന്നെ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുകയാണ്, ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം മൈക്കിൾ സ്റ്റൂഡ് നെക്സ്റ്റ് ടു ദ ഗ്രോത്ത് ചാർട്ട് ഓൺ ഹിസ് വാൾ. അപ്പം ആ ഒരു ഗ്രോത്ത് ചാർട്ട് ഉണ്ടല്ലോ അതിൻ്റെ അടുത്തായിട്ട് അവൻ പോയി നിന്നു. അവൻ ഉയരം വെച്ചിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. നത്തിങ്, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഹി ഹാഡിൻ ഗ്രോൺ ആൻ ഇഞ്ച്. അവൻ 1 ഇഞ്ച് പോലും വലുതായില്ല. ഹി വാസ് ഡിസപ്പോയിൻറ്റഡ്. അവൻ എന്താണ്, നിരാശ തോന്നി, ഡിസപ്പോയിൻറ്റഡ് ആയി. ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. പക്ഷെ അവൻ എന്ത് ചെയ്തില്ല, അതിലൊന്നും ഗിവ് അപ്പ് ചെയ്തില്ല, അതിലൊന്നും നിർത്തിയില്ല, ഒഴിവാക്കിയില്ല. ഐ ഹാവ് ടു വെയിറ്റ് ലൈക്ക് മമ്മ സെറ്റ്. അമ്മ പറഞ്ഞ പോലെ അവൻ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. മൈക്കിൾ തോട്ട്, മൈക്കിൾ ചിന്തിച്ചു. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഹി ഡിഡ്. എന്നിട്ട് അവൻ അതുപോലെ ചെയ്തു. 2 more months of practice went by and still nothing. അപ്പം 2 മാസം കൂടെ കഴിഞ്ഞു. അവൻ പ്രാക്ടീസൊക്കെ ചെയ്യുകയും അവൻ ഹാർഡ് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നത്തിങ്, ഇപ്പോഴും ഒന്നും എന്താണ് സംഭവിച്ചിട്ടില്ല. അവൻ ഉയരം വെച്ചിട്ടില്ല, വളർന്നിട്ടില്ല. നൗ മൈക്കിൾ വാസ് ബിക്കമിങ് എ ലിറ്റിൽ സാഡ്. ഇപ്പം എന്താണ്, മൈക്കിള് വളരെ സാഡ് ആയിട്ടുള്ളൊരു മൂഡിലാണ്. കാരണം അവൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒരു റിസൾട്ട് കാണാതെ വരുമ്പം നമുക്കായാലും സങ്കടം ഉണ്ടാവില്ലേ. അപ്പം മൈക്കിളിനും ഒരു സങ്കടം വന്നു, അവൻ സാഡാണ്.
ഇപ്പോൾ Even though Michael continued his practice, he hadn't grown an inch. അപ്പോൾ മൈക്കിൾ അവൻ്റെ പ്രാക്ടീസൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ എന്താണ് ഒരു ഇഞ്ച് പോലും വളർന്നില്ല. ഇഫ് യു were in മൈക്കിൾസ് പ്ലേസ് വാട്ട് വുഡ് യു ഡു? നിങ്ങളാണ് മൈക്കിളിൻ്റെ പ്ലേസിലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഇത് കുട്ടികളോടാണ്, നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ ഇത്രയും മതി. സെക്കൻഡ് പാർട്ട് നമ്മൾ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.